everyone, welcome back to yet another vlog of Easy on the Eye. And ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ലെൻസ് ട്രൈ ചെയ്യുന്നതാണ്. ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലെൻസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഞാൻ ലെൻസ് മേടിച്ചിട്ടുമില്ല, അതിങ്ങനെ വെച്ച് നോക്കിയിട്ടുമില്ല. ആൻഡ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ കളേർഡ് ലെൻസ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇത് വന്നിട്ട് മന്ത്ലി ലെൻസ് ആണ്. നമുക്ക് വീക്ക്ലി ലെൻസ് ഉണ്ട്, ഒരു 1 day വെക്കാൻ പറ്റുന്ന ലെൻസ് ഉണ്ട്. ഇതൊരു മന്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 32 മാക്സിമം യൂസ് ചെയ്യാം, ബട്ട് അത്രയും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഇതിൻ്റെ കളറ് ബ്രൗൺ ആണ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഞാൻ ഈ ഒരു കളറും അതുപോലെ തന്നെ വേറെ ഹേസൽ എന്ന് പറഞ്ഞ ഒരു കളറും, ഇത് രണ്ടുമാണ് കോമൺ നമുക്ക് ചേരുന്ന കളർ എന്നാണ് ഷോപ്പിലെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈ ഒരു ഹേസലും ഈ ഒരു ബ്രൗണും ആണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ബ്രൗൺ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സൊല്യൂഷനും മേടിച്ചിട്ടുണ്ട്. അതായത് ഇത് ഡ്രൈ ആവാതെ ഈ ഒരു ബയോട്രൂ വർക്ക്സ് ഈ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആൻഡ് ഇതുവരെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ വെച്ച് ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ വെക്കുന്ന എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ആരും ഇല്ല, എനിക്ക് ലൈക്ക് ലെൻസ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ആരും ഇല്ല. പിന്നെ ഉള്ളത് ലൈക്ക് നമ്മുടെ നോർമൽ പവറുള്ള ലെൻസാണ്. അപ്പോൾ എനിക്ക് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐഡിയയേ ഉള്ളൂ ഈ ലെൻസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. സോ ലെൻസ് ബോക്സ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇതിൽ തന്നെ വെക്കാൻ പറ്റുമോ എന്നും അറിയത്തില്ല. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യും. ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് ലെൻസാണോ നമ്മൾ കണ്ണിലേക്ക് വെക്കാൻ പോകുന്ന ഏത് കൈയാണോ ആ ഹാൻഡ് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹാൻഡ് വാഷൊക്കെ ഇട്ട് കൈ വാഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നെയിൽസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടത്. കാരണം കണ്ണ് മുറിയാനോ അല്ലെങ്കിൽ ഹേർട്ട് ചെയ്യാനോ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നെയിൽസും കട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെൻസ് എടുത്തിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് നമ്മളിങ്ങനെ തിരിച്ച്, അതായത് ഇങ്ങനെ വെക്കുന്ന സൈഡ് എനിക്ക് പേടിയുണ്ട്. അതുപോലെ ലെൻസ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, ചേരുമോ എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ണ് ഇങ്ങോട്ടേക്ക് നോക്കി ഈ സൈഡിലേക്ക് വെക്കുമ്പം ബെറ്ററാണ് എന്ന്. എനിക്ക് പക്ഷെ അങ്ങനെ വെക്കാൻ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തു. ലെൻസിൻ്റെ കുഴപ്പമായിരിക്കും. പ്ലീസ് കണിക്കറ പ്ലീസ് കണ്ണി കയറൂ. ഇതെൻ്റെ കയ്യിൽ നിന്ന് അതിന് നമുക്ക് കൈ മാറ്റി നോക്കാം. ഓക്കെ. Oh my God. This is so bad. മെയിൻ വിഷയം എൻ്റെ കയ്യിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുക, അതാണ് മെയിൻ പ്രശ്നം.
അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ട്രൈ ചെയ്തിട്ട് ഒന്നും നടക്കാതായപ്പോ കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ സ്ഥലം മാറ്റി പിടിച്ചു. അങ്ങനെ നമ്മൾ അവിടെ വന്നിരുന്നപ്പോ ഞാൻ കുറച്ച് 2-3 വീഡിയോയും കൂടെ കണ്ടപ്പോ ഇങ്ങനെ സൈഡ് ടേൺ ചെയ്തിരുന്ന് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളത് കേട്ടു. കാരണം അപ്പത്തേക്ക് നമ്മുടെ കൃഷ്ണമണി ഈ അറ്റത്തേക്ക് വരും. അങ്ങനെ അത് നോക്കിയപ്പോ ഒരു 1-2 തവണ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല നീറലുണ്ടായിരുന്നു കണ്ണിന്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എനിക്ക് കുറച്ചൊന്ന് നേരി നന്നായിട്ട്. പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ലെൻസിന്റെ കളർ എനിക്ക് ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു നീറുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു പേടിയായി പോയി. ഇത് കണ്ണിന് വല്ല പ്രശ്നം പറ്റിയതാണോ ഈ നീറുന്നത് എന്ന്. പക്ഷെ അല്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ നീരല് ഒരുവിധം ഓക്കെ ആയി. അങ്ങനെ ഇപ്പുറത്തെ കണ്ണിലേക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ ഇപ്പുറത്തെ കണ്ണ് വിട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ഇപ്പുറത്തെ കണ്ണ് എത്ര ട്രൈ ചെയ്തിട്ടും ആ ഇറിറ്റേഷൻ എനിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. എന്തോ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. അപ്പൊ ഞാന് വേറെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോഴത്തേക്ക് വേറെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അത് കുറച്ച് നമ്മളിങ്ങനെ ഫസ്റ്റ് യൂസ് ചെയ്യില്ല, അതിന്റെയാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതിട്ട് ഒരു 2 ഫോട്ടോ എടുത്തു കഴിഞ്ഞ് വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പൊ തന്നെ അത് കളഞ്ഞു. കാരണം എനിക്കത് ഇപ്പുറത്തെ കണ്ണില് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നിയത്. അതായത് എന്തോ ഇങ്ങനെ ഇരിക്കുന്നുള്ള പോലെ. അങ്ങനെ 2 ഫോട്ടോസ് എടുത്തു, വീഡിയോ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞാനത് മാറ്റി. പിന്നെ രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഇത് ഊരുന്നത് എങ്ങനെ. എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാതാണല്ലോ ഞാൻ ഈ വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഞാൻ ഭയങ്കരമായിട്ട് പാനിക് ആയില്ല. ഓക്കെ, എങ്ങനെയായാലും നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഞാൻ വീഡിയോ കണ്ടപ്പോ നമുക്കറിയാം ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. കണ്ണിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്താൽ പെട്ടെന്ന് ലെൻസ് വരുമായിരുന്നു. ഞാൻ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ വന്നില്ല. പിന്നെ ഞാൻ നൈസായിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ സ്വൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് ലെൻസ് കയ്യിൽ വന്നു. അത് പിന്നെ ഊരി മാറ്റിയിട്ട് ഞാൻ അതേ സൊല്യൂഷൻ ബോക്സിൽ തന്നെ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചിട്ട് ഇട്ട് വെച്ചു. ആൻഡ് ഇനി ഞാൻ ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ മേ ബി ഞാൻ ചെയ്യും. കാരണം എനിക്കിത് ഇട്ടപ്പോ എനിക്ക് ചേരുന്നതായിട്ട് തോന്നി. അപ്പൊ ഞാൻ 1-2 പേർക്ക് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ടിപ്സ് തരാം. ആ ടിപ്സിന് മേ ബി ഞാൻ വീണ്ടും ഫൈനലി നമ്മൾ 2 ലെൻസ് ഇട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ കുറേ ടൈം എടുത്തു. ആൻഡ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എരിച്ചിലുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മേ ബി ഇത് പെട്ടെന്ന് ഇടാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് 2 ലെൻസും നല്ല സമയം എടുത്തു. മോർ ദാൻ 2-3 hours എടുത്തു. ഞാനിങ്ങനെ വെച്ച് നോക്കി, പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, പിന്നെ ഞാൻ യൂട്യൂബിൽ സജഷൻസ് നോക്കി. അങ്ങനെയാണ്. ആൻഡ് ഇത് ഞാൻ വെച്ചത് യൂട്യൂബിൽ ഒരു വീഡിയോയുടെ ഐഡിയയിൽ വെച്ചിട്ടാണ്. പക്ഷെ ആ ഐഡിയ ഈ കണ്ണിൽ ചെയ്തപ്പോൾ എനിക്ക് വന്നിട്ടില്ല. ബട്ട് ഇത് ബ്രൗൺ കളറാണ്. ഓൾമോസ്റ്റ് എനിക്ക് ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ് വാസ് നോട്ട് സോ ഈസി ഫോർ മീ. നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ആണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഇത് മേബി എനിക്ക് സീറോ ഐഡിയയില് ഞാനിത് വെക്കാൻ ട്രൈ ചെയ്തുകൊണ്ടായിരിക്കാം ഇത്ര ഒരു ടഫ് ആയത്. ബട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഐഡിയയിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വെക്കാൻ പറ്റും കേട്ടോ. എന്റെ വീട്ടിൽ ഒരു 2-3 hours എടുക്കത്തില്ലായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. See you in my next